വീഡിയോ ഓണായോ? കുറച്ച് ബിസിയാണ് കേട്ടോ. നമ്മുടെ അഷ്ടമിരോഹിണിയല്ലേ, കൃഷ്ണൻ്റെ ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഇവിടുന്ന് 2 കൃഷ്ണന്മാർ ഒരുങ്ങുന്നുണ്ട്. അപ്പം ആ കൃഷ്ണന്മാർക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു കൃഷ്ണൻ ഉറങ്ങുവാണ്, ഒരു കൃഷ്ണൻ ട്യൂഷന് പോയി കേട്ടോ. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട് ഉറി വെക്കാനായിട്ട്. അപ്പോൾ അത് ഭഗവാനുള്ളത് മാറ്റി വെച്ചു. അതിന് മുമ്പ് ഒരെണ്ണം ഒന്ന് വെന്തോന്ന് നോക്കണമല്ലോ. നമ്മൾ കഴിച്ചതിൻ്റെ ഉച്ചിഷ്ടമല്ല, നമ്മൾ കഴിച്ചിട്ട് നല്ലതാണെന്ന് തോന്നിയാൽ മാത്രമേ ഭഗവാന് കൊടുക്കാവുള്ളൂ. നല്ല ഉണ്ണിയപ്പം, അതുകൊണ്ട് ഭഗവാന് കൊടുക്കാം. ഇതല്ല, വേറെ ഉണ്ടാക്കുന്നുണ്ട് കലത്തി വെക്കാൻ. കണ്ടോ, വലിയ കൃഷ്ണൻ്റെ കിരീടമാണ്. ഒരു കൃഷ്ണൻ കിടന്നുറങ്ങുവാണ്, ഒരു കൃഷ്ണൻ ട്യൂഷന് പോയേക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഘോഷയാത്രയ്ക്ക് പോകും. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ സൗദിയിൽ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ, എനിക്കിതൊക്കെ കാണുമ്പോൾ ഞാൻ മാക്സിമം ഞാനിതൊന്നും കാണാറില്ല. ഇങ്ങനത്തെ ഈ അമ്പലത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട പരിപാടികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ, അതുപോലെ ഇങ്ങനത്തെ കൃഷ്ണൻ്റെ ശോഭായാത്രയോ ശ്രീകൃഷ്ണ ശോഭായാത്രയോ, പിന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കണ്ടാലും ഞാൻ കാണത്തില്ല. കാരണം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓവർ സെൻറ്റിമെൻസിൻ്റെ ഇച്ചിരി ഓവർ ഇമോഷൻ്റെ ഒക്കെ ആളാണ്. പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വട്ടം എനിക്ക് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാം, ഓണം ആഘോഷിക്കാം, ദൈവം സഹായിച്ച് പീരീഡ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ സുഖമായിട്ട് ഓണം ആഘോഷിക്കാം. അങ്ങനെ ടെൻഷനൊന്നുമില്ല. ദൈവം അനുവദിച്ചാൽ മാത്രം മതി, കുഴപ്പങ്ങളൊന്നുമില്ലാതെ. അപ്പം സാധനങ്ങളൊക്കെ മേടിച്ചു, കൃഷ്ണനെയൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ട് ഞാൻ കൃഷ്ണന്മാരെയൊക്കെ കാണിക്കാം. ചെറിയ കൃഷ്ണൻ എങ്ങനെയാവും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് വലിയ ഉറപ്പില്ല. എന്തായാലും ഉറങ്ങിയേക്കുവാണ്. അപ്പോൾ ചെറിയ കൃഷ്ണനെ ഒരു ഇത് കമ്പുമുട്ടായി, ഇപ്പോഴത്തെ പിള്ളേർ ലോലിപ്പോപ്പ് എന്ന് പറയും, നമ്മൾ കമ്പുമുട്ടായി എന്ന് പറയും. ഈ സാധനം കൊടുത്താൽ നടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് മേടിച്ചത്. അപ്പോൾ ശരി കേട്ടോ, നല്ല ഉടപ്പുള്ള എല്ലാം ഒരുക്കിയൊക്കെ കഴിഞ്ഞിട്ട്, ഒരുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ എന്തായാലും പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് ബാക്കി കാണാം. നേരത്തെ പറഞ്ഞില്ലേ, ട്യൂഷന് പോയ കൃഷ്ണനും ഉറങ്ങിക്കിടന്ന കൃഷ്ണനും ഉണർന്നിട്ടുണ്ട്. ഞാൻ ഒരുക്കിയിട്ടുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പെർഫെക്റ്റ് ആയെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഇതൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവളെ ഇച്ചിരി വലുതായതുകൊണ്ട് ഇവളെ അടി ഞാൻ ഇന്നർ ഇടിച്ചു. മറ്റേത് കുഞ്ഞല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും അടിയിൽ ഇന്നറൊന്നും ഇടിയിച്ചിട്ടില്ല. ഒരു നിക്കർ ഇടിച്ചിട്ട് എൻ്റെ മണ്ടക്ക് ഒടിപ്പിച്ചേക്കുക. ഓടക്കുഴൽ എന്തിയേ? ഇനിയും ഘോഷയാത്രയുടെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. ഈ ഇളയാൾ എൻ്റെ കയ്യിലാണെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാനിതെല്ലാം എടുത്തിട്ട് കളിയാക്കിയതല്ല, അല്ല അമ്മ പറഞ്ഞതാ മോൻ അവിടെ വരെ നടക്കുമെന്ന്. ഉരിഞ്ഞു പോവല്ല മുണ്ടും എല്ലാം കൂടി. ഇപ്പം മീനും കൂടെ നോക്കിയാ ദോഷമോ മരിപ്പിലുമായിട്ട് വലിക്കരുത്, അമ്പോറ്റിയാ. അവളുടെ തന്നെ എടുക്കും, അവളെ തന്നെ എടുക്കൂ. അവിടെ ഓടി വരാ. എല്ലാവർക്കും തരാം.